ഹലോ, അസ്സലാമു അലൈക്കും. RK വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചേന ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലായിട്ട് പോവാം. അപ്പോൾ ഞാൻ ചെറിയൊരു കഷ്ണം ചേനയായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ തൊലി കളയുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ നമുക്ക് ആക്കി കൊടുക്കാം. ഇത് നമുക്ക് വല്ലാതെ അങ്ങോട്ട് ചൊറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. നമ്മുടെ ഇവിടെ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിനെ നീളത്തിൽ സ്ക്വയറിലാക്കിയിട്ടൊന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ അത് നമ്മൾ അതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കൊരു പാന് അടുപ്പത്തിൽ വെക്കാം കേട്ടോ. അത് പാന് ചൂടാകുമ്പോൾ നമുക്കതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചേന നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. തീ കുറച്ച് വേണം കേട്ടോ ഇത് ചെയ്യാൻ, ഹൈ ഫ്ലെയിമിൽ ഇടരുത്. എന്നിട്ട് നമുക്ക് നമ്മളിട്ട് കൊടുത്തിട്ടുള്ള ഈ ചേന നമുക്കൊന്ന് എല്ലായിടത്തും ഒന്ന് നന്നായിട്ടൊന്ന് പരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മൂടി വെക്കുന്നത് ഈ ചേന ഒന്ന് സോഫ്റ്റ് ആവാനും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനും നല്ലതാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില അതിൻ്റെ മേലൊന്ന് ഇട്ട് കൊടുക്കാം. ശേഷം അടച്ചു വെക്കാതെ തന്നെ നമുക്ക് ഈ എണ്ണയിലിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ചോറിലേക്കും പിന്നെ നമുക്ക് മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാനൊക്കെ അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.